ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്മീൻ ഉപ്പേരിയാണ് കേട്ടോ. ചെമ്മീൻ ഉപ്പേരി, തോരൻ എന്നൊക്കെ പറയും. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് 120 ml കപ്പിന് ഈ അളവ് ചെമ്മീനാണ് എടുത്തത്. പിന്നെ വേണ്ടുന്നതാണ് ചെറിയ ഉള്ളി. 10-20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചതച്ചിടാൻ വേണ്ടുന്നത് ഒരു 4-5 പച്ചമുളക്, ഒരു 5-6 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി കുരുമുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മസാലയ്ക്ക് വേണ്ടി ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ 5-10 വെളുത്തുള്ളി അല്ലി ചതക്കാൻ, അതുപോലെ തന്നെ 4-5 പച്ചമുളകും ചതക്കാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വറവിന് വേണ്ടുന്ന സാധനമാണ് 1/4 ടീസ്പൂൺ കടുക്, അതുപോലെ തന്നെ 2 വറ്റൽമുളക്. അപ്പോൾ ഇത്രയുമാണ് ചെമ്മീൻ ഉപ്പേരിക്ക് വേണ്ടി ഞാൻ എടുത്ത സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഇനി ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും ഇട്ട് കൊടുക്കാം. കാരണം ഇതിൽ ഞാൻ പറങ്കിപ്പൊടി ഇടുന്നില്ല, അതിൻ്റെ പേരിലാണ് ഇത്രക്കും പച്ചമുളകും വെളുത്തുള്ളി പച്ചമുളക് എടുക്കുന്നത്. നമുക്ക് ചെമ്മീൻ്റെ തോരന് കുറച്ച് എരിവ് വേണമല്ലോ. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ പാകത്തിന് ഏറ്റവും ആദ്യം തന്നെ ഉപ്പിടാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് രണ്ടാമത് ചേർക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെമ്മീന് ഉപ്പ് പിടിക്കൂല. നമ്മൾക്ക് അതിലേക്ക് വേകാൻ ആവശ്യമായ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെമ്മീന് ഒരുപാട് വേവൊന്നുമില്ല, അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഏറ്റവും ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് ഈ ചെമ്മീൻ്റെ കഷ്ണത്തിനൊക്കെ എരിവ് പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾക്കിതൊന്ന് സ്റ്റൗ ഓണാക്കി കൊടുക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ചെമ്മീനൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾക്ക് തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം മിക്സിൻ്റെ ചെറിയ ജാറിൽ ഒന്ന് ചെറുതായി ഒന്ന് ചതക്കിയെടുക്കാം. അപ്പോൾ പച്ചമുളകും വെളുത്തുള്ളിയും തേങ്ങയും കണ്ടില്ലേ, ഇതുപോലെ തരിതരിപ്പായിട്ട് ഇങ്ങനെ ചതക്കിയെടുത്താൽ മതി, അരച്ചെടുക്കണ്ട. അപ്പോൾ ആ ചെമ്മീൻ വേവാൻ വെച്ചത് ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. 1-2 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ചെമ്മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി വെള്ളം ഒന്ന് ബാക്കിയുണ്ട്, അതിൽ കിടന്നോട്ടെ. നമുക്കിനി അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും വെളുത്തുള്ളിയും തേങ്ങയും അത് തരിതരിപ്പായ ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു 3-4 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം. അതിനിടയിൽ ഞാൻ വറവ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അരപ്പെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം 3-4 മിനിറ്റ് ഞാൻ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, നല്ല വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല പരുവത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആ വറവിട്ടതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെമ്മീൻ തോരൻ അല്ലെങ്കിൽ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നല്ല എരിവുണ്ട് കേട്ടോ. പാകത്തിനുള്ള ഉപ്പ് തന്നെ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുത്തത് കൊണ്ട് ചെമ്മീനൊക്കെ നന്നായി ഉപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു തോരനാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.